this morning, Amen. I want to invite your attention to the book of 1 Samuel, chapter 8. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ശമൂവേൽ എഴുതിയ പുസ്തകം 8-ാം അധ്യായത്തിലേക്കുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നു. I usually don't read all these scriptures because our time is very limited. That's why I don't read all of the verses that I'm going to talk first. But as I continue to speak, I am with the assumption that you are very familiar with the story. That's why I just want to kind of jump right into the message. സമയത്തിന്റെ ചുരുക്കം മൂലം ഞാൻ ഈ അധ്യായമെല്ലാം വായിക്കുന്നില്ല, എന്നാലോ ദൈവത്തിന്റെ ആ ദൂതിലേക്ക് ആഴമായി കടന്ന് ആ വാക്യം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പോട്ട് വിടുന്നു. It looks like a story. I mean, the first Samuel, if we read, this is a story that it looks like. But why God gave this story in the Bible? Why He gave this to us? അതൊരു കഥയായിട്ട് ഒരു സംഭവമായിട്ട് തിരുവചനത്തിൽ നടന്നത് കാണിക്കുന്നത് എന്തുകൊണ്ട് ദൈവം എന്നാൽ ഇത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ചോദിക്കാം. Because there is a message for us. There is a lesson to be learned from. There is something to apply in our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില ദൂതുകൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്, ചിലതൊക്കെ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത് മാത്രമാണ് 8-ാം അധ്യായത്തിലേക്ക് കടക്കുന്നത്. I have no time to refresh from the past chapter, but when we come here, we are coming to the life pretty much at the end of the life of Samuel. ഇവിടെ ആയിരിക്കുന്ന പഴയത് വായിക്കുന്നതിൽ നല്ല ശമൂവേലിന്റെ ആ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കാണുന്നു. Because he started as a boy, then a very few chapters we see as a young boy he grew up, but then all of a sudden he is a prophet. Now chapter 8 we read, and it came about when Samuel was old. അവൻ ഒരു ചെറു പൈതലായി തുടങ്ങി യൗവനക്കാരനായി ഇസ്രായേലിനെ നയിക്കുന്ന ഒരു പ്രവാചകനായി മാറി. എന്നാൽ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ ശമൂവേൽ വൃദ്ധനായപ്പോൾ എന്ന് വായിക്കുന്നു. And he is the last judge of the Israelites. ഇസ്രായേലിന്റെ അവസാന ന്യായാധിപനായിട്ട് ശമൂവേൽ മാറുന്നു. About 400 years the people were ruled by judges. 400 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ ന്യായാധിപന്മാരായി നടത്തപ്പെട്ടു. During the time of Samuel they had a peace, the enemies were subdued, and they had a great time. ശമൂവേലിന്റെ കാലഘട്ടത്തിൽ ആ ജനം സമാധാനത്തിലും ആ ശത്രുവിനെ ഒതുക്കുന്ന രീതിയിലുമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. Because you can see that his words were very weighty, and whatever he prophesied it came to fulfillment. Even when Samuel, the people come to know that he is coming to to a place, town, they trembled when he came. തന്റെ നാവിൽ നിന്ന് വരുന്ന വചനം അധികരമായിരുന്നു. താൻ പറയുന്ന പ്രവചനം അതുപോലെ ഫലിക്കുന്നതായിരുന്നു. പട്ടണത്തിൽ കൂടി നടക്കുമ്പോൾ അവിടെ ആയിരിക്കുന്ന ജനം ഭയപരവശരായി തന്നെ അവനെ നോക്കിക്കണ്ടിരുന്നു. I mean, he spoke with authority. വളരെ അധികാരത്തോടു കൂടിയാണ് ജനത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. But now we see that he became old. എന്നാൽ ഇപ്പോൾ കാണുന്നത് ശമൂവേൽ വൃദ്ധനായി. I mean, a great man used by God and used for God. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവൻ, ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു വലിയൊരു മനുഷ്യനെയാണ് നാം കാണുന്നത്. But now we can see that he is becoming unfit for the service. എന്നാലോ ഇവിടെ ആ ജനത്തിനെ നയിക്കാൻ തക്കവണ്ണം അൺഫിറ്റ് ആയിട്ട് നാം കാണുന്നു. Amen. That's the scenario, the context of this. അതാണ് ഇതിന്റെ സംഭവത്തിന്റെ പിന്നിലെ അവസ്ഥ എന്ന് പറയുന്നത്. When I was meditating this thing, something came to my mind. ഞാൻ എന്നാൽ വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ഉള്ളിലേക്ക് ചിലത് പ്രകാശിപ്പിച്ചു. Every person has a short window of time in this world to do something for the Lord. ഈ ലോകത്തിലായിരിക്കുന്ന ഏതു മനുഷ്യനും ഒരു ചെറിയ കാലയളവ് മാത്രമേ ഉള്ളൂ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. As a young boy, there is a childhood, there is a teenage life, then there is a time we're busy to get married, then to settle down, and then the children, their marriage, and you look at it, there is on and on. With the short window of time will go like that. നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന ഒരു ചെറിയ കാലയളവ് എന്ന് പറഞ്ഞാൽ ബാലൻ, കൗമാരം, യൗവനം, അല്ലെങ്കിൽ അവന്റെ കല്യാണം, അവന്റെ കുഞ്ഞുങ്ങൾ, അവരെല്ലാം നോക്കുമ്പോൾ ചെറിയ ഒരു കാലയളവ് മാത്രമാണ് അവന് ഉണ്ടായിരിക്കുന്നത്. Listen to me, that when we will come to a stage when we will turn and say, oh, the time, how did it go this fast, and I have not done anything for the Lord. എന്നാൽ നാം ആയിരിക്കുന്നിടത്ത് ഒരു പക്ഷേ നാം ചോദിക്കും, എത്ര പെട്ടെന്നാണ് എന്റെ ജീവിതം, എന്റെ കാലയളവ്
കാലം വിട്ടുപോയിരിക്കുന്ന ഞാൻ ഒന്നുമേ We ചെയ്തിട്ടില്ല. will come to a point that we will not be able to walk and go and do things as if like 10 years, 15 years back. 10-15 വർഷം മുമ്പ് ചെയ്തിരിക്കുന്നത് പലതും ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് നടക്കുവാൻ കഴിയത്തില്ലല്ലോ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. And at that point it will be too late for something to do for the Lord because the winter of life has come into our ആ life. തണുപ്പിന്റെ അവസ്ഥ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഒന്നും ദൈവത്തിന് വേണ്ടി ചെയ്തെടുത്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ആകുലത നിങ്ങളുടെ മനസ്സിലേക്ക് That's ഉള്ളിക്കയറുന്നു. why Apostle Paul always on the run and he wants to do something more so that he can say, I have completed my work. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ഓടുമ്പോൾ തന്നെ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി എടുക്കണമെന്ന് ആ ഒരു ചിന്താഭാരത്തോടാണ് പൗലോസ് അപ്പോസ്തലൻ ഓടിയത്. This was a great man. He did everything from Dan to Beersheba for the people. ദാൻ തൊട്ട് ബേർശബ വരെ എല്ലാം ചെയ്തെടുത്ത വലിയൊരു വ്യക്തിയാണ് നാം കാണുന്നത്. Now he cannot do his job anymore. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഇനി അധികമായി ഒന്നും ചെയ്യുവാൻ He കഴിയാത്ത, cannot judge the people anymore effectively as he used to. അവൻ എങ്ങനെയാണോ ജനത്തെ ന്യായം വിധിച്ചത് അതുപോലെ ഇപ്പോൾ ചെയ്തെടുക്കുവാൻ കഴിയുന്നില്ല. So he said he decided to put his children as judges. തന്റെ പുത്രന്മാരെ തനിക്ക് പകരമായി ന്യായാധിപനാക്കുന്ന ഒരു Verse 3 we read, even though he put them as judges, they were not like Samuel. ന്യായാധിപന്മാരായ പുത്രന്മാരെ നിർത്തിയെങ്കിലും അവർ ആ ശമൂവേലിന്റെ വഴിയിൽ ദൈവത്തിന്റെ വഴിയിൽ അവർ നടന്നില്ല എന്ന് കാണുന്നു. Yeah, they did not walk in his ways. They kind of did everything for dishonest gain, and they kind of took a bribery and they perverted justice. അവരവന്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. Brothers and sisters, this is a reminder for us. എനിക്കും നിങ്ങൾക്കുമുള്ള നല്ലൊരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറയുന്നത്. A children of a good man turning aside and walking away from God. നല്ല ഒരു മനുഷ്യന് അവരുടെ ആ കുഞ്ഞുങ്ങള് ആ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി He നടക്കുന്നു. probably gave them a good education and good background, good everything, and at the point he made them even judges after him, but they were dishonest people. കൊടുക്കേണ്ട അടിസ്ഥാന വിദ്യാഭ്യാസവും അടിസ്ഥാന തത്വങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവരെ ന്യായാധിപന്മാരാക്കിയപ്പോൾ അവിടെ വന്നപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പുത്രന്മാരായി. You may be the very spiritual person, you may be full of grace, and you may be walking in the presence of God, and you have everything, but that has no guarantee that you can instill that same grace into your children. ആത്മീയമായ ഉന്നതിയിലായിരിക്കാം നിങ്ങളായിരിക്കുന്ന, കൃപയിൽ തികഞ്ഞവരായിരിക്കാം നിങ്ങളിരിക്കുന്ന, നിങ്ങൾക്കായിരിക്കുന്ന അതേ കൃപ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് കഴിയത്തില്ല. But this thing really touched my heart. ഇത് യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിന്റെ ഹൃദയത്തെ ഒന്ന് തൊട്ടുണർത്തിയതാണ്. Because who is the author of this book? ആരാണ് ഇതിന്റെ രചയിതാവ് എന്ന് പറയുന്നത്? The book of Samuel was written by Samuel himself. സാമുവേലിനാൽ എഴുതപ്പെട്ട ഒരു പുസ്തകം. And the man's transparency to write this thing in the record that he did not cover up. ഒന്നും മറച്ചു വെക്കാതെ തന്റെ ജീവിതത്തെ യഥാർത്ഥമായി വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു മനുഷ്യൻ. If it was me to write the book, I will not put that my children are not walking in the presence of God in the honest way. They are perverting justice by bribery. I will not write that. ഞാനായിരുന്നുവെങ്കിൽ ഇതിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും ഞാൻ വെളിച്ചത്ത് കാണിക്കത്തില്ലായിരുന്നു. That's why this man is a great man. അതുകൊണ്ടാണ് ഈ വ്യക്തി ഒരു വലിയൊരു മനുഷ്യനായി നാം കാണുന്നത്. He wrote in his own when he was writing said, I mean, I am old, I need to put my children, but they did not walk in the way. ഞാൻ വൃദ്ധനായിരുന്നപ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആസ്ഥാനത്തെ കൊണ്ടുപോയപ്പോഴും അവർ ആ ദൈവത്തിന്റെ വഴിയിൽ നടന്നില്ല എന്ന് വ്യക്തമായി എഴുതി കാണിച്ച ഒരു വ്യക്തി. Brother and sister, we may have a very big calling. We may have walked into the presence of God with a high expectation. We may be living in a very spiritual life. But there is a generation after us. There's a lot of prayer needed these days that they walk and serve the same God as we do. സഹോദര സഹോദരി, ആത്മീയമായി നിങ്ങൾ തികഞ്ഞവരായിരിക്കാം, വലിയ പ്രതീക്ഷയോടെ ഇതിനകത്തേക്ക് കടന്നു വരുന്നവരായിരിക്കാം, വളരെ പ്രതീക്ഷയോടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആയിരിക്കാം. എന്നാലോ നാം ആയിരിക്കുന്ന നമ്മുടെ തലമുറകൾ വളർന്നു വരുമ്പോൾ അവരും അതിലേക്ക് വളർന്നു വരുവാൻ തക്കവണ്ണം, മുമ്പോട്ട് ഓടുവാൻ തക്കവണ്ണം വളരെയധികം പ്രാർത്ഥന നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. We all need that prayer. ഞാനും നിങ്ങളും ആയിരിക്കുന്നിടത്ത് അതേ പ്രാർത്ഥന ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം. Amen.
it is a sad thing for, we read about Eli and God really said that's because Eli did something wrong. But what did Samuel do wrong? We don't see anything but a good man's children, they're walking away from നാം God. പഠിച്ചതുപോലെ നാം കേട്ടതുപോലെ ഏലിയുടെ 2 പുത്രന്മാരാ. ഏലി എന്തോ തെറ്റ് ചെയ്തു ഒന്നും ഒരുപക്ഷെ നമുക്ക് അവിടെ പറയാം. എന്നാലോ ശമൂവേൽ ദൈവത്തോടൊപ്പം നടക്കുന്ന ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകനായി നടന്ന ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? That means this can happen to any one of us. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കും ഇത് തന്നെ സംഭവിക്കാവുന്നതാണ്. More than anything else, Job, every day we said my children might have committed something sin and he offered a sacrifice. Might have, no guarantee, nothing certain, but he thought even their way they might have done something. ഇയ്യോബ് ഓരോ ദിവസവും ദൈവത്തിന്റെ യാഗപീഠത്തിലേക്ക് കടന്നിട്ട് എന്റെ കുഞ്ഞുങ്ങള് എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ദൈവത്തിന് യാഗം സമർപ്പിക്കുന്നത്. Fearfully and respectfully I stand here and say that more than anything else, forget about the things of the church, worry about this and that. None of the thing matters. These days pray and fall at the feet of God and make that as the first priority and say, Lord, let my children walk in your ways. ഭയഭക്തിയോട് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രസംഗവേദിയിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ വിട്ടുകള, മറ്റുള്ള ആകുല ചിന്തകൾ വിട്ടുകള, സഭയുടെ കാര്യങ്ങൾ വിട്ടുകള, ദൈവത്തോട് പ്രാർത്ഥിച്ചോട് വിളിച്ചു പറയാൻ എന്റെ കുഞ്ഞുങ്ങളെ നേർവഴി നടക്കണം. Those who hear me online, please listen to this humble servant of God. ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഒരു ബഹുമാനത്തോടെ താഴ്മയോടെ എന്നെ കേൾക്കുന്ന ഓൺലൈനിൽ കേൾക്കുന്നവരോട് വിളിച്ചു പറയുന്നത്, you may be involved in so many things, even in the churches. സഭയിലെ പലവിധമായ കാര്യങ്ങളും നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കാം. And you can just kind of fight for this and that and that and this. That's you spend a lot of time for that. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം നിങ്ങൾ അതിനു വേണ്ടി പോരാടി പലതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. But in the process do not allow the children to slip away. ആ ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങള് ഇവിടുന്ന് വഴുതി പോകുവാൻ ഇടവരരുത്. Pray these days to the Lord. And serve the Lord and let them be in the ways of God. ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആത്മാർത്ഥമായി ഏറുവോടുകൂടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയാകട്ടെ. Now even he is old and when his children are not a hope and the people came to him and said something. താൻ വൃദ്ധനായി തന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നപ്പോൾ ആ ജനം ശമൂവേലിന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. Verse 4 we read the petition to Samuel and said, give us a king. ഞങ്ങൾക്കൊരു രാജാവിനെ തരണമെന്ന അപേക്ഷയായി ശമൂവേലിന്റെ അടുക്കിലേക്ക് വരുന്നു. So the people are asking for a transition. അവിടെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജനം. I told you that 400 years they have been judged, they have been ruled by judges. ന്യായാധിപന്മാരാൽ റൂൾ ചെയ്ത 400 വർഷം ന്യായാധിപന്മാർ റൂൾ ചെയ്തവര് Now they are not happy with that situation. എന്നാൽ ആ സാഹചര്യത്തെ ആഗ്രഹിക്കാത്തവർ സന്തോഷത്തോടെ They want a change. അവർക്ക് അവിടെ ഒരു ചേഞ്ച് വേണം. But they came to Samuel and said, ശമൂവേലിന്റെ അടുക്കലേക്ക് വന്ന് ഇങ്ങനെയാണ് പറയുന്നത്, you are old and your children are not fit to serve. അങ്ങ് വൃദ്ധനായിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങള് ഞങ്ങളെ സേവിക്കാൻ തക്കവണ്ണം മുതിരുന്നില്ലല്ലോ. So we want you to appoint a king for us. ഞങ്ങൾക്ക് വേണ്ടി ഒരു രാജാവിനെ അങ്ങ് വാഴിച്ചേ മതിയാകൂ. A great way. Look at these people. Even though their demand is wrong, we will see that later. But they are coming to him in a very respectful way. വളരെ താഴ്മയോടുകൂടിയാണ് അവരുടെ ആവശ്യങ്ങൾ അനീതി കൊള്ളരുതാത്തെങ്കിലും വളരെ താഴ്മയോടുകൂടിയാണ് അവർ അവന്റെ അടുക്കിലേക്ക് വരുന്നത്. Because they know that this man served a long years for the God. ദൈവത്തിന് വേണ്ടി വർഷങ്ങളായിട്ട് ദൈവത്തെ സേവിച്ച ഒരു വ്യക്തി. He served these people for many decades. അനേക ദശകങ്ങളായി ദൈവത്തെ സേവിച്ച വ്യക്തി. So they are coming and say respectfully saying that now you are old, you cannot do this one, so let us do something different. അങ്ങ് വൃദ്ധനായിരിക്കുന്നു, ഞങ്ങളെ സേവിക്കുവാൻ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല, അതുകൊണ്ട് വളരെ താഴ്മയോടുകൂടി ഇങ്ങനെ ഒരു ആവശ്യമായി അവന്റെ അടുത്തേക്ക് വരുന്നു. A great lesson for Malayali churches to follow, that a respectful way of handling the transition. അന്നമായിരിക്കുന്ന മലയാളി സമൂഹത്തിൽ കണ്ടുപിടിക്കേണ്ടത് വളരെ താഴ്മയോടുകൂടി ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു. But verse 6 we read that Samuel was displeased with this request. എന്നാൽ അതിന് അനിഷ്ടമായിട്ട് ശമൂവേലിന് തോന്നി എന്ന് നാം കാണുന്നുണ്ട്. Why was he not pleased with the request? എന്തുകൊണ്ടാണ് അവരുടെ ആഗ്രഹത്തെ ശമൂവേലിന് അനിഷ്ടമായി തോന്നിയത്? You might think it is because he wanted to continue in the position and they were asking. That's not the case. He probably think that his children are ruling and is it they're rejecting.
some of this could be true, but that's not the whole thing. തനിക്ക് ആ സ്ഥാനം വഹിക്കേണ്ടതാണോ അതോ ആ കുഞ്ഞുങ്ങൾ ആ സ്ഥാനം വഹിക്കേണ്ടതാണോ അതിന് ഇഷ്ടമില്ലാത്താണോ എന്നൊരു ചിന്ത നിനക്കുണ്ടാവുന്നാൽ അത് ശരിയാണെങ്കിൽ പോലും അതല്ല യഥാർത്ഥ ശരി. A human being, he might have been a little bit upset about that one, but the bigger thing is he knew the thing they are asking has a deeper consequence. ഇവിടെ ഒരു മാനുഷികമായിട്ട് അത് അനിഷ്ടമായി തോന്നിയെങ്കിലും ഇവർ ചോദിക്കുന്നതിന് യഥാർത്ഥമായ ഒരു ആഴമായ ഒരു പരിണിത ഫലമുണ്ടെന്ന് ആ പ്രവാചകൻ അറിയാമായിരുന്നു. So he did not give an immediate answer. അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഒരു മറുപടി കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. We say that he took this matter to the Lord. ഈ പറഞ്ഞ കാര്യം ദൈവത്തിന്റെ അടുക്കലേക്ക് ഈ വ്യക്തി എടുക്കുന്നു. Amen. This is a great lesson, my brothers and sisters. ഞാൻ സഹോദര സഹോദരി വലിയൊരു പാഠമാണ് ഇതിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. Amen. He went on his knees and said, Lord, I'm in a situation, people are asking this thing, what do you want me to say? ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ട് ജനം ഇങ്ങനെ ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് നിലവിളിച്ച This is one of the messages that this morning the Holy Spirit want me to tell you. പരിശുദ്ധാത്മാവ് ഈ ദൂതാണ് എന്നിൽ കൂടി നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. There are times that we will come to something that is not pleasing to us. നമുക്ക് ചില ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അവസ്ഥയുണ്ട്. Amen. There may be times that we may be rejected. പലപ്പോഴും നമ്മളെ റിജക്ട് ചെയ്യുന്ന ചില അവസരങ്ങൾ കടന്നു There may വരുന്നു. be times that we may be victim of ungratefulness. പലപ്പോഴും അൺഗ്രേറ്റ്ഫുൾനെസ് നമുക്കൊരു ഇരയാകുന്ന ഒരു അവസ്ഥ. There may be times that our heart might be aching because of some conversations. ചില സംഭാഷണങ്ങൾ മൂലം പലപ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ വേദനപ്പെടുന്ന ഒരു അവസ്ഥ. Sometimes we may be hurting because somebody treating us different way. നമ്മളെ പല രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് വേദനകൾ വരുന്നു. Sometimes the people ask us with the questions. പല ചോദ്യങ്ങൾ നമ്മുടെ നേരെ ഉതിർക്കുന്നില്ലേ? But before we give a quick answer for complicated things, the first thing we need to do is go to the Lord in prayer. പെട്ടെന്ന് തന്നെ മറുപടി അവിടെ പറയുന്നതിന് പകരമായിട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക എന്നുള്ളതാണ് ഇതിൽ കൂടി നമുക്ക് കാണുന്നത്. Because our God knows what is the best thing for us. എന്താണ് ഏറ്റവും നമുക്ക് നല്ലതെന്ന് നമ്മുടെ സർവശക്തനായ He ദൈവത്തിന് can അറിയാം. give a correct answer for us. യഥാർത്ഥ ഉത്തരം ഉയരത്തിൽ നിന്ന് നിങ്ങൾക്ക് നൽകും. Because if we don't ask God, we can be in big danger. നമ്മൾ യഥാർത്ഥമായി ദൈവത്തോട് ചോദിച്ചില്ലെങ്കിൽ വളരെയധികം ഒരു ഡേഞ്ചറിലേക്കാണ് നാം They're കടന്നു. asking a king. They want a king. It look like not much of a problem. If that's what you want to give it to them, that's not what Samuel is doing. ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ അത് വലിയ പ്രശ്നമായി തോന്നില്ല. എന്നാൽ അതല്ല ശമൂവേൽ ഇവിടെ ചെയ്യുന്നത്. But look a few years back. കുറെ വർഷങ്ങൾ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. Amen. The people came to a high priest called Aaron. അഹരോന്റെ അടുത്തേക്ക് ഈ ജനം കടന്നു വരുന്നു. They said we need a God to walk in front of us. ഞങ്ങൾക്ക് മുമ്പായി നടക്കുവാൻ ഒരു ദൈവത്തെ വേണമെന്ന് അവനോട് പറയുന്നു. He didn't go to the Lord to consult. എന്നാൽ ദൈവത്തോട് ചോദിക്കുവാൻ അഹരോൻ പോയില്ല. He kind of listened to the people and he gave them a God. ജനത്തിന്റെ അപേക്ഷ എന്താണോ അത് കേട്ടിട്ട് അതിനായി ചെയ്തിരിക്കുന്നു. Amen. That really ended up in a big disaster. അത് വലിയൊരു ഡിസാസ്റ്ററിലേക്ക് അത് അവസാനിച്ചില്ലേ? Brother and sister, if you don't listen anything else, this must be a lesson for us. നമ്മൾ ഇത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ ഇതുപോലൊരു ദുരന്തമായിരിക്കും ജീവിതത്തിൽ കടന്നു വരുന്നത്. We must take it to the Lord, complicated problems. സങ്കീർണമായ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം എടുത്തേ മതിയാകൂ. Sometimes we come into some situation, even in the church. Let me be very blunt this morning. ഇന്ന് പ്രഭാതത്തിൽ വളരെ വ്യക്തമായി സഭയിലെ ആയിക്കോട്ടെ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുക. Sometimes we become dissatisfied with a situation. നമ്മളായിരിക്കുന്ന സാഹചര്യത്തെ അസംതൃപ്തിയോടെ നാം കാണുന്നുണ്ടോ അവസ്ഥയുണ്ടോ? Some people take this approach. ഇങ്ങനെയുള്ള ചില അപ്രോച്ച് ചിലരെടുക്കും. They want to completely shut down from themselves and non-participant, and they just kind of say, okay, whatever it is, I got nothing to do with it. നാം ഇരിക്കുന്നിടത്ത് ചില വ്യക്തികൾ അവരത് ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മൗനമായി പോകുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട്. All of a sudden, some people are just shrinking into their own tent and nowhere to be seen because something they don't like. അവർക്ക് ഇഷ്ടമല്ലാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ മാറിയിരിക്കുന്നു. Some people take their dissatisfaction to the wrong people. എന്നാൽ താമായിരിക്കുന്ന അസംതൃപ്തി മറ്റുള്ളൊരു തെറ്റായ വ്യക്തികളുടെ അടുത്തേക്ക് കാതിലേക്ക് And you get 15 different opinions. അവിടെ നിന്ന് 15 അഭിപ്രായങ്ങൾ തന്റെ ചെവിയിലേക്ക് എടുക്കുന്നു. And then now you are in a worse situation than before. അവിടെ നിന്ന് ഏറ്റവും അധപ്പതിച്ച ഒരു സാഹചര്യത്തിലേക്ക് അവർ മാറിപ്പോകും. But this Bible very clearly says, എന്നാൽ തിരുവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നത് complicated situations will come in the
personal life, family life and church life. വ്യക്തിപരമായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, ഏത് സങ്കീർണമായ പ്രശ്നങ്ങളും Amen. We must have some dedicated time to Amen. take it to the Lord and pray before we run around. സമയം കണ്ടെത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോട് ഇരുന്നിട്ട് മാത്രമേ മറ്റൊരു ചിന്തയിലേക്ക് പോകാൻ ഇടയാകൂ. Amen. That's what Apostle Paul said. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിളിച്ചു പറയുന്നത്. Amen. In the book of Philippians chapter 4 he said, take everything to the Lord in prayer. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞു എല്ലാത്തിനും പ്രാർത്ഥനയാ ദൈവസന്നിധിയിൽ അപേക്ഷിക്കട്ടെ എന്ന് പറയുന്നു. 4:6 everything. That's the word used, everything. That doesn't mean something that I like or everything to the Lord. 4:6 പറയുന്നു എല്ലാത്തിനും, ഏതൊക്കെ സാഹചര്യമായിക്കോട്ടെ എല്ലാത്തിനും പ്രാർത്ഥനയോട് ദൈവത്തോട് അറിയിക്കുവാനാണ് പറയുന്നത്. Brother and sister, from my own experience, എന്റെ അനുഭവത്തെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. every time I ran into something very quickly on my own thing, that was a failure. But every time complicated problems, I took it to the Lord and I waited in the presence of God. Amen. God handled it very cleverly, successfully. എനിക്ക് നേരിടുന്ന ചില സാഹചര്യങ്ങൾ ഞാൻ എന്റെ ബുദ്ധിയിൽ എടുക്കുമ്പോൾ അതൊരു ദുരന്തത്തിലേക്ക് മാറുമ്പോൾ, എന്നാൽ പല സങ്കീർണ പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമേലിരുന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഉയരത്തിൽ നിന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. Look at your own experience. നിങ്ങളുടേതായ ജീവിത അനുഭവങ്ങൾ നിങ്ങൾ തന്നെ നോക്കുക. How many times you got embarrassed, later on because you ran, you just quickly rushed to questions and later on think, oh, I should not have asked that one. നിങ്ങളുടെയും ജീവിതത്തിൽ ഭവിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് മറുപടി പറയുമ്പോൾ എത്ര ലജ്ജാകരമായ അവസ്ഥയിലേക്ക് നിങ്ങളും മാറും. ഓ, അങ്ങനെ വേണ്ടായിരുന്നുള്ള ഒരു ചിന്ത പോലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ലേ? Samuel, the greatest prophet, ഏറ്റവും വലിയ പ്രവാചകനായ ശമൂവേലായിരിക്കുന്നു ഇവിടെ. he took it to the Lord and said, Lord, what do you want me to say to the people? ഈ വലിയ പ്രവാചകൻ ദൈവത്തിനടുത്തേക്ക് പറഞ്ഞു, ഞാൻ ഈ ജനത്തോട് എന്ത് മറുപടി പറയണം? And chapter 8 verse 7 we read, 8-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. oh, God said, you are there and not rejecting. Verse 7, the Lord said to Samuel, listen to the voice of the people in regard to all they said to you, for they have not rejected you, but they have rejected me from being the king over them. പക്ഷേ യഹോവ ശമൂവേലിനോട് അരുളിച്ചതെന്നാൽ ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. Oh, are you really getting this word? The people are going into the trouble. No, ഈ ജനം എങ്ങോട്ട്, ഏത് പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ ആഴമായി കാണുന്നു. You know why Samuel took this matter to the Lord? എന്തുകൊണ്ട് ഈ പ്രശ്നം ദൈവത്തിന്റെ സന്നിധിയിൽ ശമൂവേൽ പ്രവാചകൻ എടുത്തു? Probably he had a little bit personal feeling and hurt in this matter, but when he took to the Lord, God is giving an assurance and saying, Samuel, they are not rejecting you, don't take this personally. തന്റെ ഹൃദയത്തിൽ വേദന സംഭവിച്ചെങ്കിൽ പോലും ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം പറയുന്നത് നിന്നെയല്ല എന്നെയാണ് അവർ ത്യജിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നു. Amen. Because they don't want me to be the king over them anymore. അവർക്ക് രാജാവായി അവർക്ക് വേണ്ട എന്നാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. Amen. Then verse 8 is the worst word that we can see. ആമേൻ. 8-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, like all the deeds which they have done since the day that I brought them out from the Egypt till this day. ആമേൻ. ഞാൻ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചുകൊണ്ട് എന്നോട് ചെയ്തതുപോലെ നിന്നോട്. What a testimony. എത്രമാത്രം ഒരു സാക്ഷ്യമാണ് അവിടെ ദൈവം. In another word saying that this is their habit, they done this always. ഇത് അവരുടെ സ്വഭാവമാണ്, ഇത് എപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. This God did everything for them. എല്ലാം തനിക്കാവുന്നതല്ലേ, ഈ സർവശക്തനായ ദൈവം അവർക്ക് ചെയ്തതല്ലേ. But his testimony about the people is that they do this all the time. That's the way they are. എന്നാൽ അവരെ കുറിച്ച് ഉയരത്തിലുള്ള ദൈവത്തിന്റെ സാക്ഷ്യം പറഞ്ഞവർ ഇതെല്ലാം എപ്പോഴും എല്ലായ്പ്പോഴും എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നു. We see two reasons why they rejected them. രണ്ട് കാരണം അവർ ദൈവത്തെ ത്യജിച്ചു കളയാൻ തക്കണം. രണ്ട് കാരണങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. Verse 4 we read, they came to Samuel and said, now appoint us a king to judge us over us like
all other nations. എല്ലാ ജാതികളെയും പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ ഞങ്ങൾക്ക് ആക്കണമെന്നാണ് അവർ പറയുന്നത്. They wanted to be like other nations. മറ്റു ജാതികളെ പോലെ ആകുവാൻ ഈ ജനവും ശ്രമിക്കുക. Very carefully. I mean, look at their desire. They're asking a king so that they can be like their neighboring countries. അവരുടെ ചുറ്റുപാടുമുള്ള ജാതികൾ എങ്ങനെയാണോ അവരെ പോലെ ആകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. But they forgot the fact that God did not call them to be like them. അവരെ പോലെ ആകാനല്ല ദൈവം അവരെ വിളിച്ചിരിക്കുന്നതെന്ന് അവർ മറിഞ്ഞു. Leviticus chapter 20 verse 26, God said, I am holy. ആമേൻ. ലേവ്യ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നു. Amen. Leviticus 20:26, I am reading, you shall be holy to me. For I am the Lord, I am holy, and I have separated you from the people, Amen. that you should be mine. ആമേൻ. 20:26 ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. യഹോവയായ ഞാൻ വിശുദ്ധനാകൊണ്ട് നിങ്ങളും എനിക്ക് വിശുദ്ധരായിരിക്കണം. നിങ്ങൾ എനിക്കുള്ളവരായിരിക്കണം. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. Yes, I separated you from the neighboring Gentile nation. മറ്റുള്ള ജാതികളിൽ നിങ്ങളെ ഒന്ന് വേർതിരിച്ചെടുത്തിരിക്കുക ചെയ്തിരിക്കുന്നത്. Exodus 19:5 says, I separated you to be a special treasure for me. എനിക്ക് പ്രത്യേക ഒരു ജാതിയാകാൻ തക്കവണ്ണം നിങ്ങളെ ഞാൻ വേർതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. So God did all that to separate and bring them for himself. എനിക്ക് വേണ്ടി തനിക്ക് വേണ്ടി സർവശക്തന് വേണ്ടി അവരെ വേർതിരിച്ചു മാറ്റിയെടുത്തിരിക്കുകയാണ്. But people are saying, no, I want to be like them, I want to be like them, we want to be like them. വേർതിരിച്ചെടുക്കുമ്പോഴും അപ്പോഴും ജനം എതിരായി നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ജാതികളെ പോലാകണം എന്ന് ശടിച്ചുകൊണ്ടിരിക്കുന്നു. Brother and sister, that's what I want to the Holy Spirit want to say a few things to you. ഈ കാര്യത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായ ചില കാര്യങ്ങൾ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. What are they asking? എന്താണ് ഇവർ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? We don't want you to be the king over us anymore. ഞങ്ങൾക്കൊരു രാജാവായി ഇനി മേലെ നിങ്ങൾ അങ്ങ് വേണ്ട എന്ന് പറയുന്നു. We don't want to completely trust in you. എനിക്ക് യഥാർത്ഥമായി അങ്ങ് വിശ്വസിക്കേണ്ട എന്ന് പറയുന്നു. We don't want to go according to your rules. അങ്ങയുടെ പ്രമാണപ്രകാരം ഞങ്ങൾക്ക് പോകണ്ട എന്ന് ഇവർ വിളിച്ചു പറയുന്നു. We want to be like somebody else. മറ്റുള്ളവരെ പോലെ ആകണമെന്നുള്ള ആഗ്രഹം. We want to do what they are doing. അവരെന്ത് ചെയ്യണം അതുപോലെ എനിക്ക് ചെയ്യണം. Amen. Who do we have here? ആമേൻ. നമുക്ക് ഇവിടെ ആരായിരിക്കുന്നു? Amen. Look at people like Samson, Gideon, the ordinary people. They have no kingly lineage. They act like a simple people. We don't want to be like that. Look at the Syrian government. They have a king. He comes in chariot, in royal robes. Amen. He has retinues. Amen. We want to be like that. ആമേൻ. ഗിദെയോനോ സാംസനെ ഒക്കെ പോയി നോക്കുമ്പോൾ അവർക്ക് രാജകീയ മഹത്വങ്ങളും പ്രൗഢികളില്ല. എന്നാൽ ജാതികളുടെ രാജാക്കന്മാരെ നോക്ക്, അവർക്ക് രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്, രാജകീയ പ്രൗഢികളാണ് അവർ പോകുന്നത്. Amen. Look at Samson. ശിംശോനെ ഒന്ന് നോക്കിയേ. An ordinary family is killed. ഒരു സാധാരണ മനുഷ്യനായി തന്നെയല്ലേ ആയിരിക്കും. Look at Gideon. ഗിദെയോനെ ഒന്ന് നോക്കിയേ. He is afraid. He's a little kid. Amen. He doesn't know what he is doing. ഒരു ചെറിയ ഇടയനെ പോലെ അവൻ ഭയത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. But we want to be like other nations. അവൻ ആ മറ്റുള്ള ജാതികളെ പോലെ ആയിരിക്കണം ഞങ്ങൾക്ക് ആകേണ്ടത്. Amen. ഹല്ലേലൂയ. This is always has been the fight. ഇതാണ് യഥാർത്ഥമായി എല്ലായ്പ്പോഴും ഒരു പോരാട്ടമായി മാറിക്കൊണ്ടിരുന്നത്. This is a very, very low vision that we want to be like other people. കാഴ്ചപ്പാടില്ലാത്ത ഒരു വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു കൂട്ടം ജനം മറ്റുള്ള ജാതികളെ പോലെ കാഴ്ചപ്പാടില്ലാതെ മാറിയിരിക്കുന്നു. People these days are struggling that we don't want to be different. നമുക്ക് മറ്റൊരു വ്യത്യസ്തത വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പോഴത്തെ ജനം പോകുന്നത്. Because God called you and me with a special purpose and made it separated and brought into this. ആമേൻ. ദൈവം എന്നെ നിങ്ങളെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിളിച്ച് വേർതിരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. Especially I can talk from my own testimony. എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാം. So that I won't offend anybody. ഞാൻ മറ്റുള്ളവർക്ക് ഇടർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നിൽ പറയുന്നത്. God chose my parents to serve and they separated from the neighboring pagan worship. ആമേൻ. ജാതീയ ദൈവങ്ങളിൽ നിന്ന് എന്റെ മാതാപിതാക്കളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ദൈവം. And they were different. അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ ഒരു ജീവിതം. And the people counted them different. ആ മറ്റുള്ള വ്യക്തികൾ ഇവരെ മറ്റു വ്യത്യസ്തരായി കണ്ടിരിക്കുന്നു. And they didn't feel any ashamed to be different. അങ്ങനെ വ്യത്യസ്തരായിരുന്നപ്പോൾ അവർക്ക് ഒരു ലജ്ജ അവരുടെ ജീവിതത്തിൽ തോന്നിയതേയില്ല. But what happens, the first and second generation, they're running towards the world. They want to be like the world. എന്നാൽ അവർക്ക് ശേഷം ഒന്നും രണ്ടും തലമുറകളെ നോക്കുമ്പോൾ ഈ ലോകത്തിന് പിന്നാലെ ഓടുന്നത് അതിനുവേണ്ടി ഇഴുകിച്ചേരുവാൻ
ചെയ്യാൻ Because ആഗ്രഹിക്കുന്നത്. when they look at it, this style is an old-fashioned style. അവൻ ഇന്നത്തെ കൾച്ചറൽ സംസ്കാരം നോക്കുമ്പോൾ ഇതെല്ലാം പഴകിയതെന്നുള്ളൊരു ചിന്താഗതിയല്ലേ അവർക്ക് But there is new over there. മറ്റു ചില പുതിയത് There എന്തൊക്കെയോ is exciting things over അവിടെ there. എന്താണ്ടോ നല്ലത് അവിടെ So കാണുന്നുണ്ട്. we want to be there. അതുപോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തലമുറയല്ലേ ഇപ്പോഴുള്ളത്. Praise God. We, the children of God, the high time has come. We need to be proud of being different. ആമേൻ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി കാണുവാൻ നമ്മൾ അധികമായി മാനിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നാം ആയിരിക്കുന്നത്. Hallelujah. We don't want to be ashamed that we don't feel like, look like, act like, talk like others. മറ്റുള്ളവരെ പോലെ ജാതികളെ പോലെ അവർ പോകുന്നത് പോലെ നമുക്കായിരിക്കുന്നില്ലെങ്കിൽ അതിൽ നാം മാനിക്കണം, അഭിമാനിക്കുക ചെയ്യേണ്ടത്. Children, do not disregard the high calling on your life. നിങ്ങളുടെ മുമ്പിലുള്ള ആ മുകളിൽ നിന്നുള്ള വിളി നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിരാകരിച്ചുകൊണ്ട് നിങ്ങൾ പോകരുത് ദൈവമക്കളെ. Look at the heart of God this morning. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തെ ഒന്ന് ആഴമായി നിങ്ങൾ നോക്കിയേ. He did everything to separate them and said, I am considering you people as my treasure, and then the people want to run away from his heart. ദൈവമരെ വേർതിരിച്ചിട്ട് എന്റെ പ്രത്യേക സമ്പത്താക്കി മാറ്റിയിട്ടോ അവര് ദൈവത്തെ നിരാകരിച്ച് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു അവസ്ഥയല്ലേ. 2 Corinthians chapter 6, if you get time, I want you to go home and read and meditate that chapter. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം നിങ്ങൾക്ക് സമയം വീട്ടിലുള്ളപ്പോൾ നിങ്ങൾ പോയി വായിച്ചു മനസ്സിലാക്കുക. Apostle Paul very clearly says, ഇങ്ങനെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്, Amen, you are different from the others. മറ്റുള്ളവരിൽ നിങ്ങൾ വ്യത്യസ്തരായി മാറിയിരിക്കുന്നു. Amen, you are a believer is different from an unbeliever. അവിശ്വാസികളും വിശ്വാസികളും യഥാർത്ഥമായി വ്യത്യസ്തരായി മാറിയിരിക്കുന്നു. He put an explanation by using the imagery of two animals. രണ്ട് മൃഗങ്ങളെയാണ് ഇതിനു വേണ്ടി മാതൃകയാക്കി അവൻ കാണിച്ചത്. He said two different kinds of animals cannot be put under the same yoke. ഒരു നുകത്തിന്റെ കീഴിൽ രണ്ട് ആനിമൽസിനെ രണ്ട് മൃഗങ്ങളെ കെട്ടുവാൻ കഴിയത്തില്ല. Two different animals, amen, an oxen and a buffalo, you cannot tie both of them together under one yoke. ഒരു കാളയോ ഒരു പോത്തിനെയും ഒരു യോക്കിന്റെ ഒരു നുകത്തിന്റെ അണ്ടറിൽ കെട്ടുവാൻ കഴിയത്തില്ല. And if you do it and expect that they're going to straightly plow the ground, that is the most foolish thing. എന്നാൽ അവരെ അങ്ങനെ ഒരു നുകത്തിന്റെ അണ്ടറിൽ കെട്ടിയിട്ട് ഇത് ഉഴുമെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് വലിയ മടയത്തരം മാത്രമാണ്. Then Apostle Paul says, ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വിളിച്ചു പറയുന്നത്, an unbeliever and believer cannot be put together. വിശ്വാസികൾ ഒരുമിച്ച് പോകാൻ കഴിയത്തില്ല. Because you are different and they are different. നീയും വ്യത്യസ്തരാണ്, അവരും വ്യത്യസ്തരാണ്. Your vision is different, their vision is different. നിന്റെ കാഴ്ചപ്പാട് അവരുടെ കാഴ്ചപ്പാട് അമ്പവേ വ്യത്യസ്തമാണ്. Amen. You want God to get glory in everything that you do. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവത്തിനാണ് മഹത്വം കൊടുക്കേണ്ടത്. Amen. You think God is the primary thing. നിങ്ങൾക്ക് ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. The unbeliever think the worldly thing is the main thing. ലോക കാര്യത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്ന അവിശ്വാസികൾ. Amen. You go to the Lord in prayer for things. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ദൈവസന്നിധി നിങ്ങൾ ദൈവത്തോട്. The worldly people run to the counselors. അവര് ഇവിടെ ആയിരിക്കുന്ന ലോകത്തിലെ ഉപദേശകന്മാരുടെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. There is radical difference. വളരെ ഭയങ്കരമായ വ്യത്യാസമാണ് വിശ്വാസി അവിശ്വാസി കാണുന്നത്. Then 6 Paul said, run from them. അവിടെ നിന്ന് ഓടിപ്പോകുവാൻ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു. Hallelujah. Don't blend with them. അവരോട് ഇടയില്ല കൂടരുതെന്ന് വിളിച്ചു പറയുന്നു. We are different. നമ്മൾ വ്യത്യസ്തരായ ഒരു സമൂഹമാണ്. Amen. We want to walk into the work with the expectation that I am different. ദൈവത്തിന്റെ പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും ഒത്തവണ്ണം ഞാൻ ഒരു വ്യത്യസ്തനാണെന്ന രീതിയിലാണ് നിങ്ങൾ നടക്കേണ്ടത്. When I go to college, I don't care about the other person. I am different. ഞാൻ കോളേജിലായിരിക്കുമ്പോൾ ഞാൻ മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്, അതുപോലെയാണ് നിങ്ങൾ നടക്കേണ്ടത്. If they want to measure me and bring me to their level, I am not going to do it. I am not going to do it. Yes. I am not going to do it. അവരെന്നെ ഒന്നാളന്നിട്ട് അവരുടെ ജീവിത നിലവാരത്തിലേക്ക് എന്നെ കൊണ്ടുപോകാൻ പോകുവാണെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് നിങ്ങൾ Because my calling is different. എന്റെ വിളിയും തിരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. I don't mind to be different. ഞാൻ അവരിൽ നിന്ന് ഒരു വ്യത്യസ്തരായി മാറും. Because there is a great power in me. എന്റെ ഉള്ളിൽ ഇരിക്കുന്ന വലിയൊരു There is a calling on me. എന്റെ മുകളിൽ വലിയൊരു വിളിയുണ്ട്. There is someone who died for me. എനിക്ക് വേണ്ടി ഒരുവൻ കൊലക്കളത്തിലായതാണ്.
എന്താണ്? have an eternity hope with my എനിക്കൊരു God. നിത്യത, ഒരു പ്രത്യാശയുണ്ട്. I am different. ഓ, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. This is the time that every child of God must be proud of being different. ഈ സമയമാണ് വ്യത്യസ്തരായിരിക്കാനും അഭിമാനത്തോടെ നിൽക്കേണ്ടത് ഓരോ സമയം എന്ന് പറയുന്നത്. Hallelujah. The Israelites wanted to be like the nation around them. സ്വന്തം ചുറ്റുപാടും ഇരിക്കുന്ന ജാതികൾക്ക് പോലെ അവരും തന്റെ ജീവിതമായിരിക്കണമെന്ന് ഇസ്രായേൽ ജനം ആഗ്രഹിച്ചു. Second thing, they said we want a king because we want the king go and fight for us. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിന് പോകണമെന്ന ആഗ്രഹത്തോടെ രണ്ടാമത്തെയും അവരുടെ ജീവിതത്തിൽ What കടന്നു. a ridiculous thing is this. അവൻ എത്ര ശോചനീയമായ ഒരു കാര്യമാണ് ഇവിടെ When കാണുന്നത്. they came out from Egypt, they were not army. They didn't have anything. ഇസ്രായേലിൽ നിന്ന് കടന്നപ്പോൾ അവർക്കൊരു സൈന്യമില്ല, അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലല്ലേ വന്നത്. And they had nothing. ഒന്നും തന്നെ ജീവിതത്തിൽ ഇല്ലാത്തൊരവസ്ഥ. Who fought the battle for അവർക്ക് them? വേണ്ടി ആരാ യുദ്ധം ചെയ്തത്? Oh, who brought them victory? ആരാണ് അവർക്ക് ജയം നൽകിയത്? Now they are saying we want a king to go and fight for us. ഇപ്പോഴോ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരു രാജാവിനെ വേണമെന്ന് Even പറയുന്നു. chapter 7 we read, amen, the God sent the thunder Amen. against the Philistines. എന്നാൽ 7-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ദൈവം ഇടിമുഴക്കത്തോടെ അരുളപ്പാട് നൽകിയില്ലേ? Amen. This is the mystery, child of God. ഇതാണ് യഥാർത്ഥ മർമ്മം, രഹസ്യമെന്ന് We don't want to be like them അവരെ പോലെ നാം ആയിരിക്കണ്ട. because we have a God. ഓ, നമുക്കൊരു സർവശക്തനായ ദൈവമുണ്ട്. He fought for us. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനവൻ. I look back in my life. എന്റെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ How many times he fought the battle? എന്റെ ജീവിത കാലയളവിൽ എത്ര സമയം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. Amen. When I was not able to do anything by myself, എനിക്ക് എന്റെ ബുദ്ധിക്ക് ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിൽ he fought the battle. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ദൈവമാ. Oh, let the Israelites look at in their own life. ഓ, ഇസ്രായേലിന്റെ ജീവിതത്തിൽ നിങ്ങൾ ആഴമായി നോക്കുമ്പോൾ He split open the sky. ഉയരത്തിൽ നിന്ന് ആകാശം കീറി ഇറങ്ങിയില്ലേ? Amen. Split open the sky and gave them manna. അവർക്ക് മന്ന പറിച്ചു കൊടുത്തില്ലേ? Oh, he destroyed the heads of the Leviathan in the sea and gave them meat. ആമേൻ. അവിടെ ദൈവം അവർക്ക് ഇറച്ചി കഷ്ണം കൊടുത്തില്ലേ? Amen. All of those things, they didn't do anything. അവരൊന്നും ചെയ്യാതെ അവർക്ക് വേണ്ടുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്തില്ലേ? Brother and sister, isn't that your story and my story? എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇത് തന്നെയല്ല സഹോദരൻ. When I had nothing, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, when I had nothing in my life, എന്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, when my degree was useless, എന്റെ വിദ്യാഭ്യാസം ഒന്നുമില്ല, when my ഉപയോഗശൂന്യം, experience was nothing, എന്റെ എക്സ്പീരിയൻസ് ഉപയോഗശൂന്യം എന്ന് തോന്നിയപ്പോൾ, oh, he did wonders for me. ഓ, വളരെ അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്തെടുത്തില്ലേ? Amen. That's the history we ആ have. ഒരു ചരിത്രമല്ല എന്റെ നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. Young generation, remember this. യൗവനക്കാരാ, നിങ്ങളിത് തിരിച്ചറിയണം. Amen. God did wonderful things for our parents. ഓ, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തില് വലിയ അത്ഭുതങ്ങളെ ദൈവം That's ചെയ്തെടുത്തത്. why you are able to do what you are doing ഇന്ന് now. നിങ്ങൾ ആയിരിക്കുന്ന മനോഹരത്തിന് അതാണ് നിങ്ങൾ ആയിരിക്കുന്നത്. That's the reason you are able to drive the car you drive. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഉയർന്ന കാറുകളിൽ നിങ്ങൾ നടക്കുന്നത്. That's the reason you are able to live the house you live. അതുകൊണ്ടാണ് മനോഹര ഭവനങ്ങളിൽ നിങ്ങൾ വസിക്കുന്നത്. That's the reason you don't have to worry about your college tuition. അതുകൊണ്ടാണ് നിങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പണം നിങ്ങൾക്ക് പറയാൻ കാരണമില്ലാത്തത്. Nothing to worry. ഒന്നിനും നിങ്ങൾ ഭാരപ്പെടുന്നില്ലല്ലോ. Because there was a time in the life of your parents, Yes. this God fought for them, Amen. worked for them, and did wonderful things. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ഇവിടെ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദൈവം പോരാടി നിന്നത്. So don't forget that. അത് നിങ്ങൾ മറക്കരുതേ. Don't forget that and say, I want to be like them. അവ ഈ ജാതികളെ പോലെ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടവരരുത്. Anytime when you say that, എന്നെങ്കിലും അങ്ങനെ ഒന്ന് പറയുവാനിട വന്നാൽ, just like the Israelites, what did God say about the Israelites? എന്താണ് ഉയരത്തിലെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? When they were asking a king, he said, ഒരു രാജാവിനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നു, he said, they are rejecting me. ഓ, എന്നെ അവര് നിരസിക്കുന്നത്. When you run after the other people, ഒന്നിന് പിറകെ ഒന്ന് ഈ ലോകത്തിന് പിറകെ നിങ്ങൾ പോവുകയാണെങ്കിൽ you are indirectly rejecting your king. ഓ, നിങ്ങളുടെ രാജാവിനെ, സർവശക്തനെ നിങ്ങൾ നിരസിക്കുക നിങ്ങൾ ചെയ്യുന്നത്. Lord, let me say that when we accept the Jesus Christ as our personal savior, നമ്മുടെ യഥാർത്ഥമായ രക്ഷകനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി നിങ്ങൾ സ്വീകരിച്ചപ്പോൾ, he did not become just a redeemer, he became my Lord. വീണ്ടെടുപ്പ് എന്നല്ല, അവൻ നമ്മുടെ ഒരു ലോർഡായിട്ട്, കർത്താവായിട്ട് തന്നെയാണ് നിങ്ങൾ ഏറ്റെടുത്തത്. That means he is the king of my life. എന്റെ ജീവിതത്തിലെ രാജാവായ അവനെ നിങ്ങൾ എടുത്തത്. Amen. When we are run out
went out for other things. മറ്റുള്ള ജീവന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടി ഒഴുകുകയാണെങ്കിൽ, When I want to become like other people, മറ്റുള്ള ജനത്തെ പോലെ കുഞ്ഞുങ്ങളെ പോലെ നിങ്ങൾ ആകുവാൻ I ശ്രമിക്കുകയാണെങ്കിൽ, am rejecting my Lord എന്റെ Jesus. കർത്താവിനെ ഞാൻ നിരസിക്കുക ചെയ്യുന്നത്. Oh, that aches his heart. അതാ എന്റെ കർത്താവിനെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും. We have to see his heart this ആ morning. കർത്താവിന്റെ ഹൃദയം നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ How തിരിച്ചറിയണം. many days he is in his mercy following us? എത്ര നാൾ നിങ്ങൾക്ക് പിന്നാലെ കരുണ നിറഞ്ഞതാ. Because we continuously hurting him. എപ്പോഴും ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾ How പോകാൻ many times we rejected him and he is still coming after us? എത്ര നാൾ നിങ്ങൾ റിജക്ട് ചെയ്ത് നിരസിച്ചപ്പോഴോ അവിടെയും കരുണയോട് നിങ്ങളുടെ പുറകെ വന്നില്ലേ? Amen. Praise God. Hallelujah. That is his mercy. അതാണ് ഉയരത്തിലെ കർത്താവിന്റെ കരുണ എന്ന് പറയുന്നത്. They asked a king and that was not pleasing to God. Let me go very രാജാവിനെ quickly. ചോദിച്ചത് അത് അനിഷ്ടമായി യഹോവയുടെ മുമ്പായി ആയിരിക്കുന്നു. Amen. Now they said they don't want a king. They want they don't want God to be the king. They want a human king. ആമേൻ. ദൈവത്തെ രാജാവായി വേണ്ട, ഒരു മനുഷ്യനെയാണ് രാജാവായി വേണ്ടതെന്ന് അവർ വിളിച്ചു പറയുന്നു. Now I am fast forwarding the history. ഞാൻ ചരിത്രം ഒന്ന് പെട്ടെന്നൊന്ന് കോർത്തിണക്കട്ടെ. Let me invite you to Gospel of John chapter 19. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ There Jesus is being cross-questioned by Pilate. പീലാത്തോസിനാൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. And Pilate asked the Jews, then what shall I do with your king? നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പീലാത്തോസ് അവരോട് ചോദിക്കുന്നു. Then the high priest of the Jewish community shouted and said, we have no king other than Caesar. സീസറല്ലാതെ മറ്റൊരു രാജാവ് ഞങ്ങൾക്കില്ല എന്ന് ഉയർന്ന മതാപുരോഹിതന് അവനോട് വിളിച്ചു പറയുന്ന ഒരവസ്ഥ. You see, they rejected God being the king. And literally, probably you can say because they couldn't see in human form a king. That's why they said. But years later, in literal human form, the King of Kings and Lord of Lords is standing in front of them. Yes. And they are saying, we have no king other than Caesar. ഇസ്രായേൽ ജനം ദൈവത്തെ അന്ന് നിരാകരിച്ചിരുന്നു. അന്ന് യഥാർത്ഥ മാനുഷിക രാജാവിനെ അവർ കണ്ടില്ല. എന്നാൽ പിന്നീടുള്ള കാലഘട്ടത്തിൽ പിന്നെ ക്രിസ്തു അവിടെ നിൽക്കുമ്പോൾ യഥാർത്ഥമായ ദൈവത്തെ മനുഷ്യത്വ രൂപമായി വന്ന് തന്റെ രാജാവിനെ മുമ്പിൽ കണ്ടപ്പോഴും ആ രാജാവിനെ അവർ നിരാകരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ നാം കാണുന്നത്. That is the sad story of Israel. അതാണ് ഇസ്രായേൽ ജനത്തിന്റെ നിരാശാജനകമായ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. Brother and sister, we don't want to be that way. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകരുത്. And when I look in this country, not as a criticism, but the second and third and fourth generation running after the world and rejecting King of Kings and Lord of Lords, that the one who helped them and brought them this far and blessed them. Oh, it is so sad. I don't want that happen to any one of the young people. Listen to me this morning. Amen. അവരായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രത്തോളം ബ്ലെസ്സിങ്സും എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ടുവന്ന പൂർവ്വപിതാക്കന്മാരെ ഇവിടെ കൊണ്ടുവന്നു. അവർ ദൈവത്തെ ആരാധിച്ചു. 2ഉം 3ഉം തലമുറകളെ നോക്കുമ്പോൾ ദൈവത്തെ നിരാകരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തലമുറ. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന ഈ തലമുറ ഒരിക്കലും ദൈവത്തെ നിരസിക്കുവാൻ ഇടവരരുത് എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു. Verse 9, God said to Samuel, 9-ാം വാക്യം ഇങ്ങനെ ശമൂവേലിനോട് ദൈവം പറയുന്നത്, grant their request. അവരുടെ ആഗ്രഹത്തെ മാനിക്കുക. But I have something over there to say. But verse 9, I am reading. And now listen to their voice and only solemnly warn them and tell them the consequences. ആമേൻ. ഇങ്ങനെ പറയുന്നു, ആകയാൽ അവരുടെ അപേക്ഷ കേൾക്കുക, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വാഴുവാനിരിക്കുന്ന രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. We solemnly take part in wedding. You look at the word solemnly used. Solemnly meaning, with authority, with that weight to tell the people. ആമേൻ. യഥാർത്ഥ ഘനമായിട്ട് അതേ അധികാരത്തോടെ ഇങ്ങനെ ഈ ജനത്തോട് പറയണമെന്ന് പറയുന്നു. You know what he had to tell the people? എന്താണ് പ്രവാചകനായി ജനത്തോട് പറയേണ്ടതെന്ന് നോക്കിയേ. Verse 10 onwards. 10-ാം വാക്യം തൊട്ട് ഇങ്ങനെ പറയുന്നു, yes, I'm going to give you a king. ഞാൻ നിങ്ങൾക്ക് ഒരു രാജാവിനെ തരാം. Then
I want you go home. This is a homework, but I'm going to every verse onwards. Number 1, the king that he is I'm going to give it to you. He will take your sons. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ രാജാവ് അവൻ എടുക്കും. Take your sons for fighting. യുദ്ധത്തിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ ഈ രാജാവ് എടുക്കും. He will take your daughters for servants. അവനെ സേവിക്കാൻ തക്കണ നിങ്ങളുടെ പുത്രിമാരെ എടുക്കും. He will take 1/10 of your income or your crops and flowers. നിങ്ങളുടെ കാർഷിക വിളകളിൽ നിന്ന് നിങ്ങളുടെ ആടുമാടുകളിൽ നിന്ന് ദശാംശം അവൻ എടുക്കും. He will take your servants for his servants. നിങ്ങളുടെ ദാസന്മാരെ അവന്റെ ദാസന്മാരായി അവൻ എടുക്കും. You will be slaves. നിങ്ങളും ഒരു ദാസന്മാരായി മാറും. And he will take almost everything you have. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെയും ഈ രാജാവ് എടുക്കുവാൻ സാധ്യതയുണ്ട്. That's the beauty of your new king. അതായിരിക്കും നിങ്ങളുടെ പുതിയ രാജാവിന്റെ മനോഹരിത എന്ന് പറയുന്നത്. Take. He is going to be a taker. നിങ്ങൾക്കുണ്ടായിരിക്കുന്ന എന്തൊക്കെയാണോ അതെല്ലാം എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതായിരിക്കും പുതിയ രാജാവ്. But I have been a king in your life. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ രാജാവായിരുന്ന കാലഘട്ടത്തിൽ I didn't take anything from you. നിങ്ങളിൽ നിന്ന് ഞാൻ ഒന്നും ഏറ്റെടുത്തില്ലല്ലോ. I was giving. ഞാനെല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കുവല്ലായിരുന്നു. The ultimate king Jesus, what did he say? എന്താണ് ക്രിസ്തു നമ്മളോട്? I didn't come to be served. ഞാൻ നിങ്ങളെ സേവിക്കുവാനല്ല വന്നത്. I mean, I came to serve you. ഞാൻ നിങ്ങളെ സേവിക്കുവാനാണ് വന്നത്. I came to give you life. ഞാൻ നിങ്ങൾക്ക് പുതുജീവൻ തരുവാനാണ് വന്നത്. I came to lay down my life for you. എന്റെ ജീവിതം നിങ്ങൾക്ക് യാഗമായി ഒഴിക്കുവാനാണ് ഞാൻ വന്നത്. All other kings said, you lay down your life for me. മറ്റെല്ലാ രാജാക്കന്മാരും പറയുന്നു നിങ്ങളുടെ ജീവിതം എനിക്ക് വേണ്ടി നിങ്ങൾ ഒഴിക്കണം. But Jesus said, I will lay down my life for you. എന്നാൽ യേശുക്രിസ്തു പറയുന്നത് എന്റെ ജീവൻ ഞാൻ നിങ്ങൾക്കായി യാഗമായി സമർപ്പിക്കുന്നു. That's the difference between having a king in this world and having God as a king. അതാണ് ഈ ലോക രാജാക്കന്മാരോ സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളെ രാജാവായിരിക്കും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. I have a lot to say, but let me conclude with a few more minutes. ചില നിമിഷങ്ങൾ കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. And now the thing is that Samuel said everything what God said to him. എന്തൊക്കെ ദൈവം അവനോട് കൽപ്പിച്ചോ അതെല്ലാം ഈ ജനത്തോട് വിളിച്ചു പറഞ്ഞു. And verse 18 onwards we read like this. 18 അധ്യായം വാക്യം തൊട്ട് ഇങ്ങനെ വായിക്കുന്നു. But the Lord, you just tell the people all of these things, and if one day when they face the consequence of this thing, I will not answer their cry. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവിന്റെ നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഞാൻ ഉത്തരമരുളുകയില്ല. I'll give it to them. But when you go into trouble, I will not come to rescue you. ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് തരും, എന്നാൽ നിങ്ങൾ മുമ്പോട്ട് പോയി പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടി തരികയില്ല. Brother and sister, every young person, listen to this humble sermon. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി യൗവനക്കാരാ, when you disregard the warning of God, ദൈവത്തിന്റെ മുന്നറിയിപ്പിനെ നിങ്ങൾ നിരാകരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ God will grant your request. നിങ്ങളുടെ അപേക്ഷയ്ക്ക് ഗ്രാന്റ് ചെയ്യും. But even you get into trouble, നിങ്ങൾ പ്രശ്നങ്ങളുടെ അകപ്പെടുമ്പോൾ He will not come to rescue you. നിങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ തക്കവണ്ണം അവൻ വരികയില്ല. I have seen this again and again in my life. എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ഇത് കണ്ടിരിക്കുന്നതാണ്. Sometimes young people, without consulting the God and without the will of God, and they desperately say, I want this marriage, this is the boy or girl for me, this is my life. ദൈവത്തോട് ചോദിക്കാതെ യൗവനക്കാരത്തികള് എനിക്ക് ഈ കല്യാണം വേണം, എനിക്ക് ഈ പയ്യനെ വേണം, ഈ പെണ്ണിനെ വേണമെന്ന് ആ ശാഠ്യത്തോടെ പോകുമ്പോൾ, and then the church, the family, and the parents, and everybody pray and solemnly officiate a wedding. But you got to listen this thing carefully. Amen. എന്നാൽ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാം പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത്. If you are adamantly pushing and twisting the hand of God to go certain direction, and one day when you are in trouble, He will not come to rescue you. ദൈവത്തിന്റെ ഹിതത്തിനൊത്തമാണ് നിങ്ങൾ പോകാതെ ദുശാഠ്യത്തോടെ നിങ്ങളുടെ തീരുമാനത്തിനൊത്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുമ്പോട്ട് ഓടുമ്പോൾ, ഒരു ദിവസം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് യഥാർത്ഥമായ ഒരു ഉത്തരവ് നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. Verse 20, let's read. 20-ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. Amen. Actually, the interesting thing is when God said all these things and He gave the warning, He asked the people, and verse 20 we read, so that
we too may be like other nations around. And then Samuel heard all these words and he repeated this to the Lord. ആമേൻ. ഈ പറഞ്ഞത് ജനത്തോട് ഇതെല്ലാം പറഞ്ഞു, ജനം പറഞ്ഞതെല്ലാം അവർ യഹോവയോടും ശമൂവേൽ വിളിച്ചു പറയുന്നു. Praise God. Samuel told the people, and then people still said, no, don't worry about it. We still want a king. ഈ യഹോവയുടെ അരുളപ്പാട് ജനത്തോട് പറഞ്ഞു, ജനം ഇതെല്ലാം കേട്ട് പറഞ്ഞു, എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണമെന്ന് പറയുന്നു. Yeah, verse 20 they said, doesn't matter God's warning, we want a king. ദൈവത്തിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഞങ്ങൾക്കൊരു രാജാവ് വേണമെന്ന് അവർ ശഠിച്ചുകൊണ്ടിരുന്നു. So Samuel again went to the Lord and said, this is what the people say. ഇതാണ് ജനം പറയുന്നത് എന്ന് ശമൂവേൽ പ്രവാചകൻ യഹോവയുടെ മുമ്പാകെ ബോധിപ്പിക്കുന്നു. Didn't God hear what the people say? ജനം പറയുന്നത് യഹോവ ഓൾറെഡി കേട്ടതല്ലേ? But that is the responsibility of the man of God. അതാണ് ദൈവദാസന്മാരുടെ യഥാർത്ഥ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. Take the comments from the people to the Lord. ജനത്തിൽ നിന്ന് കേൾക്കുന്നത് ദൈവസന്നിധിയിൽ കൊണ്ടുവയ്ക്കുക. And neither he is doing that. He is doing his job and say, Lord, hear what they say. What you told me, I said. Now this is what they say. Help me, O Lord. ആമേൻ. അങ്ങ് പറഞ്ഞത് ഞാൻ ഈ ജനത്തോട് പറഞ്ഞു, ജനത്തിന്റെ മറുപടി ഞാൻ അങ്ങോട് പറഞ്ഞു. ഇത് പറഞ്ഞ ദൈവമേ അത് മറുപടി തരണമേ എന്ന് പറയുന്നു. God said, give them a king. അവർക്കൊരു രാജാവിനെ നൽകാൻ തക്കവണ്ണം യഹോവ കൽപ്പിക്കുന്നു. Everything what the people said. എന്തൊക്കെയോ ജനം ചോദിച്ചു അതെല്ലാം അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. Their request is granted. അവരുടെ അപേക്ഷ അവർ അവിടുന്ന് അനുവദിച്ചിരിക്കുന്നു. You can say, if we read only the last portion of these things, we will come to the conclusion that God gave us a king, right? ആമേൻ. ഇവിടെ അവസാന പോർഷൻ വരുമ്പോൾ അവർ ചോദിച്ചത് യഹോവ അവർക്ക് ഒരു രാജാവിനെ നൽകിയെന്ന് മാത്രമുള്ള ഒരു സിറ്റുവേഷൻ അല്ലേ നാം കാണുന്നത്. We can say that God is the one granted, God is the one helped, God is the one said you can have a king. ആമേൻ. ദൈവമാണ് കൊടുത്തത്, ദൈവമാണ് അവരെ സഹായിച്ചത്, ദൈവമാണ് അവർക്ക് രാജാവിനെ കൊടുത്തതെന്ന് ഒരുപക്ഷെ അവസാന ഭാഗത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. That is the way many people come to the conclusion of the will of God in their life. ഇങ്ങനെയാണ് പലപ്പോഴും ദൈവത്തിന്റെ ഹിതം ഇങ്ങനെയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയോട് കൂടി പലപ്പോഴും അവർ എത്തുന്നത്. Because God said it. ദൈവം പറഞ്ഞു. But they forget the fact that they went 25 times. 24 times he said no. But we 25th time with the fasting and prayer going back to him. 24 പ്രാവശ്യം ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം വേണ്ട ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ 25ാമത്തെ പ്രാവശ്യം ഉപവാസത്തിനും പ്രാർത്ഥനയോട് വീണ്ടും ദൈവത്തോട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് God said yes, give it. എന്നാ ഓക്കെ അതെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറയുന്നു. And we will see in the coming days the consequences. അതിന്റെ പരിണിത ഫലങ്ങൾ വരും ദിനങ്ങളിൽ നാം കാണാൻ പോവുകയാണ്. I want to conclude by saying, ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. sometimes it is better to hear, because a king in the history of them was actually in the plan of God, but this was not the time. ഒരു രാജാവ് അവരുടെ ജീവിതത്തിൽ വേണ്ടുന്നതാണ്, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇങ്ങനെ ആയിരുന്നില്ല ദൈവം പ്ലാൻ ചെയ്തത്. So God was saying, these people are forcing with their plan and they don't want to wait for God's time. ആമേൻ. അവരുടെ പദ്ധതിക്കനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് അവരുടെ പദ്ധതിക്കനുസരിച്ച് അവർ പോകാൻ തുടങ്ങി. So my request is this morning, ഇന്ന് പ്രഭാതത്തിൽ വളരെ ഇതാണ് എന്റെ അപേക്ഷ. sometimes it is better to have the delayed or the wait from God than to hear a reluctant yes from God. മനസ്സോടെ അല്ലാത്ത ദൈവത്തിന്റെ ഒരു അതെ എന്നുള്ളൊരു വാക്കിനെക്കാട്ടി നല്ലത് ചിലത് താമസിച്ച് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നു. Sometimes when he say that no, that no is better than a reluctant yes. ദൈവത്തിൽ നിന്ന് മനസ്സമ്മതമില്ലാത്ത അതേ എന്നൊരു ഉത്തരത്തിന് പകരമായിട്ട് താമസത്തോടു കൂടിയ പെട്ടെന്നുള്ള ഇല്ല എന്നുള്ളൊരു മറുപടിയാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ അത്യുത്തമം എന്ന് കാണുന്നു. So what do we learn from this chapter as application? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ അധ്യായത്തിൽ നിന്ന് എന്താണ് പഠിച്ചെടുക്കുവാൻ തുടങ്ങുന്നത്? Number 1, do you take all your issues to the Lord in prayer? നിങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ എടുക്കാൻ കഴിയുമോ? അതൊന്നാമത്. The prophet Samuel took his burdens to the Lord and said, Lord, guide me and lead me. That was the best thing he did. ശമൂവേൽ പ്രവാചകൻ തനിക്ക് വന്നിരിക്കുന്ന പ്രശ്നം ദൈവത്തിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, ദൈവമേ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണമേ, എന്നെ ഒന്ന് മുമ്പോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥനയോട് നിലവിളിച്ചു പറഞ്ഞു. Would you be a Samuel or would
would you be Aaron? That would be your life. നിങ്ങൾ ഒരു അഹരോനാകാനാണോ ശ്രമിക്കുന്നത്, അതോ യഥാർത്ഥമായ ശമൂവേൽ പ്രവാചകനാണോ ആകാൻ ആഗ്രഹിക്കുന്നത്? Take it to the Lord in prayer. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഏതും കാഴ്ചവെക്കുക. Second thing is the Lord is the Jesus is the Lord of your life. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവാണ് എപ്പോഴും കർത്താവായി ഇരിക്കേണ്ടത്. Or do you always seek for an alternate safety net? നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വഴി നിങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങുമോ? An alternate security. മറ്റുള്ളൊരു സംരക്ഷണ Depend on the things of this world. ഈ ലോകത്തിൽ നിന്ന് മറ്റൊരു വഴിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുവാണോ? Because they didn't want God being their king, they wanted a human person. അവിടെ ദൈവത്തിന്റെ രാജാവായി വാഴ്ച ആഗ്രഹിക്കാതെ ഈ ലോകത്തിന്റെ രാജാവിനെ വാഴ്ച ആഗ്രഹിക്കുന്നു. Psalmist said, don't put your trust on the princes of this world. ഇവിടെ സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നു, ഈ പ്രഭുക്കന്മാരെ നിങ്ങൾ ആശ്രയിക്കരുത്. I mean, don't put trust in the man. ഈ ജനത്തിൽ നിങ്ങൾ ആശ്രയിക്കരുത്. We learn to trust our Lord all the time. എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ നിൽക്കുവാൻ ആഗ്രഹിക്കുക. Are you struggling with your identity? നിങ്ങളുടെ ഐഡന്റിറ്റി വ്യക്തിത്വത്തിൽ നിങ്ങൾ പ്രയാസത്തോടെ പോവുകയാണോ? You feel satisfied being different? നിങ്ങൾ ഒന്ന് വ്യത്യസ്തനാകുവാൻ തക്കവണ്ണം അങ്ങനെ പോകാൻ ശ്രമിക്കുവാണോ? Or are you being pressured to be like other people outside of you? ഈ ലോകക്കാരെ പോലെ അവരെ പോലെ ആയി തീരുവാൻ നിങ്ങളുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണോ? If that is you this morning, let the Holy Spirit of God help you to overcome that pressure. അങ്ങനെയുള്ള ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ. Amen. Praise God. Is your demand to work against the timing of God? Is your question or your prayer is working against the timing of God? നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങളുടെ അപേക്ഷകള് ദൈവത്തിന്റെ സമയത്തിന് ഉചിതമായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? Sometimes the delay of God is not a no. ദൈവത്തിന്റെ നിങ്ങളുടെ അപേക്ഷയ്ക്കുള്ള ഉത്തരം കാലതാമസമായി തോന്നുമെങ്കിലോ അതൊരു ഇല്ല എന്നുള്ളൊരു അർത്ഥമല്ല. But a reluctant yes is a disaster. We don't want that. മനസ്സില്ലാതെ നിങ്ങൾക്ക് അതേ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസാസ്റ്റർ, ദുരന്തമായി മാറും. Let us surrender ourselves. നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. Let us close our eyes.